വളരെ കുറഞ്ഞ സമയം കൊണ്ട് 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെ നേടി കുതിപ്പ് തുടരുകയാണ് കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിന്റെ യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റയിൽ 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയും കിച്ചുവിന് ലഭിച്ചിട്ടുണ്ട്. തന്റെ ജീവിതകഥ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചതും തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ കിച്ചുവിന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ വലിയ പങ്ക് വഹിച്ചുവെന്നു തന്നെ പറയാം. ഇപ്പോഴിതാ കുഞ്ഞനിയനായ ഋതപ്പനെ കാണാൻ കോട്ടയത്തെ വീട്ടിലെത്തിയ കിച്ചു സുധിയുടെ വീഡിയോ 2 ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടി ശ്രദ്ധ നേടുകയാണ്. വിവാദങ്ങൾക്കും തുറന്നു പറച്ചിലിനും ശേഷം ആദ്യമായാണ് കിച്ചു കോട്ടയത്തുള്ള രേണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ചെറിയൊരു ആശങ്കയോടെ കിച്ചു വീട്ടിലേക്ക് കയറുന്നത് വീഡിയോയിൽ കാണാം. മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, വിളിക്കാതെയാണ് ചെല്ലുന്നത്. അന്നത്തെ സംഭവത്തിനു ശേഷം വിളിച്ചിട്ടില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. എല്ലാവരുടെയും ചെരുപ്പ് പുറത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ആശങ്ക മറച്ചുവെക്കാതെ കിച്ചു സുധിലയത്തിലേക്ക് കയറുന്നത്. രേണുവിന്റെ മാതാപിതാക്കളും മറ്റുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. രേണു ഉണ്ടായിരുന്നില്ല. ഋതപ്പനെ കണ്ടതും കിച്ചു വാരിയെടുത്ത് ഉമ്മകൾ നൽകി. കാണുന്നവരിലും സന്തോഷം നിറയ്ക്കുന്ന ദൃശ്യമായിരുന്നു ചേട്ടന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഋതുലിന്റെ മുഖം. രേണുവിനെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരാനായി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു വീട്ടിലുള്ളവർ. ഋതപ്പനും അതിനായി ഒരുങ്ങി നിന്നിരുന്നു. പിന്നീട് രേണുവിനെ വിളിച്ച് കിച്ചുവിനൊപ്പം ഋതപ്പനെ വിടാനുള്ള അനുമതി വാങ്ങിക്കുകയായിരുന്നു. രേണുവിന്റെ ചേച്ചി രമ്യയുടെ മക്കളായ ലെബനോനെയും ലുതിയെയും ഋതനൊപ്പം കിച്ചു കൂട്ടിയിരുന്നു. കിച്ചുവും കൂട്ടുകാരും പിള്ളേരുമൊത്തുമുള്ള ഔട്ടിംഗ് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ രാത്രിയായി. ഇവിടെ തന്നെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. ഋതപ്പൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ പപ്പയെ വിളിച്ച് ചോദിച്ചു. ഇപ്പോൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആദ്യം പപ്പ നിരസിച്ചെങ്കിലും അമ്മയെ വിളിച്ച് ചോദിച്ചു സമ്മതം പറഞ്ഞതോടെ അവനെ കൊണ്ടുപോയി. ഇപ്പോൾ അവൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. രമ്യ ചേച്ചി വിളിച്ചു ചോദിച്ചു, എൻ്റെ പിള്ളേരെ നീ എവിടെ കൊണ്ടുപോകുന്നടാ എന്നൊക്കെ. ഋതപ്പനെ മാത്രമായി എനിക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറ്റില്ല. പണ്ട് മുതൽ തന്നെ 3 പിള്ളേർക്കുമായി മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. ആ രീതിയിൽ കൊണ്ടുപോയതാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ വീട്ടിൽ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നു. ഋതപ്പനെ മാത്രമായി ഞാൻ എങ്ങനെ കൊണ്ടുപോകും? എന്ത് സാധനം വാങ്ങിയാലും 3 പേർക്കും ഞാൻ വാങ്ങാറുണ്ട്. പിള്ളേരെല്ലാം നമ്മുടെ സ്വന്തമല്ലേ, അവർക്ക് എന്തറിയാം? എല്ലാം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയാണ് വ്ലോഗ് ആക്കിയതെന്നും കിച്ചു വീഡിയോയിൽ പറയുന്നു. ഋതപ്പനെയും കിച്ചുവിനെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തോടെയുള്ള ധാരാളം പോസിറ്റീവ് കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്.